ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ആക്ച്വലി ഒരു പുതിയ വീഡിയോ അല്ല കേട്ടോ, ഒരു പഴയ വീഡിയോ ആണ്. നമ്മള് നാട്ടിൽ പോയപ്പോൾ ഉണ്ടായിരുന്ന വീഡിയോ ആണ്. അപ്പൊ ഞങ്ങള് എന്താ ഏപ്രിൽ മാസം വിഷുവിന് വേണ്ടി നാട്ടിൽ പോയതായിരുന്നു. അതെ, അപ്പൊ അന്ന് എടുത്തു വെച്ച കുറെ വീഡിയോസ് അപ്പൊ നമുക്കാണെങ്കിൽ അത് ഫോണിൽ നിന്ന് ഡിലീറ്റ് ആക്കി കളയാനും തോന്നുന്നില്ല. നമ്മുടെ നല്ല നല്ല മെമ്മറീസ് ഒക്കെ ഉണ്ടോ, വീഡിയോ ഇടാമെന്ന് ഓർത്തോണ്ട് ആ സമയത്ത് എടുത്തായിരുന്നു. പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേക്കും പിന്നെ അതൊന്നും നടന്നില്ല. പക്ഷെ എന്നാലും ഫോണിൽ നിന്ന് ക്ലിയർ ചെയ്യാൻ നോക്കിയപ്പോൾ അത് കുറേ വീഡിയോസും ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്തായാലും നമ്മൾ ആ നാട്ടിൽ പോയ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കും ചേട്ടാ. നാട്ടിൽ പോയതും നാട്ടിൽ ചെന്നതിന് ശേഷം ഓരോ സ്ഥലങ്ങളിൽ പോയതിനൊക്കെ ആയിട്ടുള്ള കുഞ്ഞു കുറേശ്ശേ ഉള്ളൂ ചേട്ടാ. ചെറിയ വീഡിയോ ആണ്, എല്ലാ ഭാഗത്തും കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. കാരണം എടുക്കുമ്പോഴും നമുക്ക് സംശയം വരുന്നത് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ, ഇടാൻ പറ്റുമോ, മീൻസ് നമ്മൾ എഡിറ്റ് ചെയ്യുമായിരിക്കും എന്നൊക്കെ അല്ലേ, വയ്യാതിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ച് ഞങ്ങൾ കുറേശ്ശെ എന്നാലും കൊതികൊണ്ട് നമ്മൾ ഈ വീഡിയോ എടുത്ത് കുറേ നാളായിട്ട് നമ്മുടെ ഒരു ജീവിതത്തിലെ ഒരു ഭാഗം പോലെയായിരുന്നു നമ്മൾ ഈ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ഭാഗങ്ങളും നമ്മൾ ഇടാലെന്ന് വിചാരിച്ച് കുറച്ച് എടുക്കും. അപ്പൊ അങ്ങനെ എടുത്ത കുറച്ച് പാർട്ടുകളാണ്. അപ്പൊ അതെല്ലാം കൂടി കൂട്ടിയിട്ട് ഞങ്ങൾ എന്താ പറയാ 2 വീഡിയോ ആക്കി. 2 വീഡിയോയിലും എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ അതിന്റെ ഇൻട്രോ ഞങ്ങൾ അന്ന് പറഞ്ഞാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഇൻട്രോ പറഞ്ഞിട്ട് നിങ്ങൾ ഓർക്കുന്നത് ഇതെന്താ ഇവരിപ്പോ നാട്ടിൽ പോയോ അല്ലെ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ നാട്ടിലല്ല, ഇപ്പൊ നമ്മൾ മുംബൈയിൽ തന്നെയാണ്. നമ്മൾ അന്ന് പോയതിന്റെ വീഡിയോസ് ആണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതായിരുന്നു അല്ലേ. അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കേട്ടോ. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങൾ കാത്തിരുന്ന് നാട്ടിലേക്ക് പോവാണ്. 1 ഇയർ ആയാലും മേലെ ലാസ്റ്റ് ഫെബ്രുവരി പോയതാണ് കേട്ടോ. അപ്പൊ അതിനുശേഷം എന്താ നമ്മളിപ്പോ നാട്ടിലേക്ക് പോവാണ്. ഇത്തവണത്തെ നാട്ടിൽ പോലും പ്രത്യേകത ഉണ്ട്. നമ്മള് വിഷു അങ്ങനെ ഞാൻ അറിയാത്തൊരു പ്രത്യേകത ഇനിപോലെ സർപ്രൈസ് ആണെന്ന് വെച്ചാൽ നമ്മള് എന്താ പറയാ, നാട്ടിൽ എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്നും തന്നെ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല അല്ലേ, ഒരു ആഘോഷങ്ങൾ സെലിബ്രേറ്റ് ചെയ്തില്ല. അപ്പോൾ അതിന്റെ ഒരു സന്തോഷമുണ്ട് പേരൻസിനൊപ്പം നിൽക്കാൻ പറ്റുന്നതിൽ. അപ്പോൾ നമ്മൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി നാട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും റെഡിയാക്കി നേത്രാവതിയിലാണ് പോകുന്നത്. നേത്രാവതി എനിക്ക് തോന്നുന്നു 12:55 അല്ലേ അത് തോന്നുന്നു. ഞങ്ങൾ എല്ലാ തവണയും ലേറ്റ് ആയി വരുന്നുണ്ട്. ഇത്തവണ ഞങ്ങൾ നേരത്തെ എത്തിയിരിക്കും. നേരത്തെ പോകുന്നത്. അപ്പൊ ഇങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു നമുക്ക് ഇവിടെ വന്നിരുന്നിട്ട് വേണം വീഡിയോ എടുക്കാൻ. അപ്പം അല്ലെങ്കിൽ ഇന്നും ഭാഗം എടുത്തോണ്ടല്ല ഓട്ടം പരിപാടി ആയതുകൊണ്ട് ഇപ്രാവശ്യം അല്ലേ സമാധാനത്തിൽ പോരാൻ വേണ്ടി ശക്കല നേരത്തെ കുറേ മലയാളീസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എല്ലാവരും ട്രെയിനിന് വേണ്ടി കട്ട വെയിറ്റ് ചെയ്യാൻ നാട്ടിലേക്ക് പോകാൻ വേണ്ടി സന്തോഷത്തോടുകൂടി ഇപ്പോട്ട് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് നിൽക്കുന്നു നമ്മുടെ സൈഡിലൊക്കെ. അപ്പോൾ എന്തായാലും ഇതാ ഞങ്ങളും യാത്ര തിരിക്കുകയാണ്. നിങ്ങൾക്കും നമ്മളോടൊപ്പം നാട്ടിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണിച്ചു തരാം. ട്രെയിൻ ഇപ്പോൾ തന്നെ എത്തും. നമ്മൾ ട്രെയിനിൽ കയറിയതിന് ശേഷമായിരിക്കും ബാക്കി വിശേഷങ്ങൾ. കുറച്ച് നടക്കണം. അമ്മയുടെ കൈ പിടിക്ക് പൊടി അമ്മയുടെ കൈ പിടി. എടുത്തോ, കഴിഞ്ഞോ? ഞങ്ങൾ കാത്തിരുന്ന് ഞങ്ങൾ ട്രെയിൻ വന്നു, ട്രെയിൻ എടുത്തു. കേദാർ ഹാപ്പിയാണോ ഇന്ന്? ഹാപ്പിയായോ കേദാറാ? ഹാപ്പിയാണോ? बस बस
കളയല്ലേ, പോയത് പോട്ടെ, ഷെല്ല് പോക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ വൈകുന്നേരം ഒരു 6 മണിയോളം ആയിട്ടുണ്ട്. എന്താ പറയുക, ഇടയ്ക്കൊരു സ്റ്റേഷൻ കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയാണ്. ഇതുണ്ടോ, മറ്റേ നമ്മുടെ കൊങ്കൺ റൂട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ തുരങ്കങ്ങൾ. അപ്പോൾ ഒരു തുരങ്കം കഴിഞ്ഞ് ഇങ്ങനെ കയറി വണ്ടി ഇട്ടേക്കാണ്. അപ്പം അപ്പുറത്ത് ഏതൊരു വണ്ടി വരുന്നുണ്ട്, ആ വണ്ടിക്ക് കടന്നു പോകാനായിട്ട് ക്രോസിങ്ങിൽ അവിടെ ഇട്ടേക്കാണ്. ഇപ്പോൾ എത്ര നേരം ഇവിടെ കിടക്കേണ്ട വരുമെന്ന് അറിയത്തില്ല. വലിയ പാറയെല്ലാം തുറന്നിട്ടന്ന് ഇതുണ്ടാക്കിയേക്കാനാണ്, റെയിൽവേ ട്രാക്കുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാണ്. എപ്പോഴാണ് ഒന്ന് നാട്ടിലെത്തണത് എന്നുള്ളതിൻ്റെ വെയിറ്റിങ്ങിലാണ്. പൊടിമോനൊന്ന് ഉറങ്ങി എഴുന്നേറ്റുകൊണ്ട് നേരം എടുത്തു വന്നാൽ പുള്ളി കൊടുത്തത്. അപ്പം എന്താ വെച്ചാൽ ഇതുവരെ എല്ലാത്തിനും ചോദിച്ചു കുറച്ച് നേരമായി തുടങ്ങിയിട്ട്. ഹലോ, കയറിയാലോ? തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇടയ്ക്കുള്ള വീഡിയോസ് കുറേ ഞങ്ങൾക്ക് മിസ്സായി കേട്ടോ. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എടുക്കാത്തതുകൊണ്ട് നമുക്കൊരു ഡൗട്ടായിരുന്നു. നമ്മളങ്ങനെ മറന്നു പോയില്ല ചേട്ടാ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇനി എടുക്കണോ വേണ്ടോ എന്നൊക്കെ ഒരു സംശയമായിരുന്നു. അല്ലാതെ നമ്മളിപ്പം തൃശ്ശൂർ എത്തിയിട്ടൊക്കെ ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇറങ്ങി പതിവിന് വിപരീതമായിട്ട് നമ്മൾ വേറെ സ്ഥലത്തോട്ട് പോയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ റൂമിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരെ പോവുകയാണ് അല്ലേ? നടന്നു കഴിഞ്ഞാൽ നടന്നാ കൊടുക്കുന്നേ, നടക്ക് അടുത്ത സ്ഥലത്തേക്ക്. ആ ശരിയായിരുന്നല്ലോ, വെറുതെ വെയിലത്തേക്ക് വന്നു. കേറുപടി. കേദാറ് എന്നാ ചൂടാവിടെ. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നാളായിട്ടുള്ള നമ്മുടെ ഒരു ആഗ്രഹമാണ് നമുക്ക് ഗുരുവായൂർ അമ്പലത്തിലൊന്ന് പോകുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഏതായാലും ചേട്ടനും ചേച്ചിയും വരാനായിട്ട് താമസിക്കും. അപ്പോൾ ഞങ്ങളൊരു കാര്യം ചെയ്തു, നേരെ ഇവിടെ ഇറങ്ങി നമ്മുടെ ബാഗും സാധനങ്ങളെല്ലാം ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ വന്നു നമുക്കൊരു ടാക്സി കിട്ടി. അപ്പോൾ നമ്മൾ നേരെ ടാക്സിയിൽ കയറിയിട്ട് ഗുരുവായൂർ അമ്പലത്തിലേക്ക്. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങി നേരെ ഗുരുവായൂർക്കുള്ള വഴിയാട്ടോ. അപ്പം മഴയായിരിക്കും എന്നൊക്കെ ഓർത്തിട്ടാണ് പോകുന്നത്. അവിടുന്ന് ഇപ്പോൾ ഇടയ്ക്ക് പത്രത്തിൽ കാണാറുണ്ട് മഴ പെയ്യുന്നുണ്ട്, വേനൽ മഴയാണ് എന്നൊക്കെ. ഇവിടെ മഴയുടെ ഒരു ലക്ഷണമില്ല, നല്ല ചൂട്. അപ്പം ഇതല്ലേ, നല്ല ചൂടാണ് വഴിക്ക്, നല്ല വെയിലും, നല്ല മാവുകളാട്ടോ. ഒരു സൈഡിൽ മുഴുവൻ റോഡിൻ്റെ ഒരു സൈഡിൽ മൊത്തം മാവ്. ഇത് വെച്ച് പിടിച്ചാണ് തോന്നുന്നു അല്ലേ? ആ, വലിയ മാവുകൾ. ഹൈദർ സെൻസി സെൻറ്ററിലെ ഗവൺമെൻറ് സെൻറ്റർ. ഈ ശോഭാ സിറ്റി നമ്മളീ പോകുന്ന വഴിക്കാണ്. അതെ അല്ലേ? ബിൽഡിംഗാണ് ശോഭാ സിറ്റിയിലെ. ഓക്കെ, മെയിൻ റോഡ്. ഓക്കെ, ഒന്നുള്ള ഗുരുവായൂർക്കുള്ള മെയിൻ റോഡിലേക്ക് ഇറങ്ങി. നമ്മൾ ആദ്യമായിട്ടാണ് ഈ വഴി വരുന്നത്. ഞങ്ങൾ നേരെ ആ വഴി നാട്ടിലേക്ക് കൊടുങ്ങല്ലൂർ വഴിയല്ല പോകുന്നത്. നമ്മളിവിടെ വന്നിട്ട് പെരുമ്പാവൂർക്ക് അടിയൊക്കെ കാലടി പെരുമ്പാവൂർ പോകുന്ന വഴിയില്ലേ, ചാലക്കുടി. അത് കൊടുങ്ങല്ലൂർ റോഡാ? അല്ല, റോഡ് വഴിയല്ലേ വരാം. തൃശ്ശൂർ വന്നിട്ടാണോ? അല്ല, തൃശ്ശൂർ വന്നിട്ട് നമ്മൾ സാധാരണ ഞങ്ങളിപ്പോൾ നാട്ടിലേക്ക് പോകുന്ന കാര്യം പറയുന്നത്. നമ്മൾ ഈ വഴി ആദ്യമായിട്ട് വരുന്നത്. ഇവരുടെ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചെറുതായിട്ട് ഉറപ്പൊക്കെ വന്നായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഗുരുവായൂർ പോയാണ് എല്ലാവരും ഭയങ്കര ഉത്സാഹത്തില്ല. കേദാറിന് ഉത്സാഹമില്ലടാ? കേദാറിന് ചെറു ക്ഷീണം തോന്നുന്നു. എന്നാലും എല്ലാവരും ആദ്യമായിട്ട് ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്നൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് കണ്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ മൂന്നുപേരും ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെതായ ഞങ്ങൾക്ക് എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. വിഷുവായൻ്റെ കണിക്കുന്നവളെല്ലാം നിറയെ പൂത്തൊളിഞ്ഞിപ്പുണ്ട്. ഫൈനലി ഞങ്ങൾ ഗുരുവായൂരെത്തി. ഗുരുവായൂർ വന്നിട്ടാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിരുന്നത്. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുന്നത് പഴയിടത്തിലാട്ടോ. പഴയിടം നമ്പൂതിരിയുടെ പുതിയ റെസ്റ്റോറൻറ്റ് ഇവിടെ തുടങ്ങി. അവിടെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിരിക്കുന്നത്. അതെ അതെ, ഇവിടെ വലിയ ഒരു ആഗ്രഹമാണ് ആളുടെ. ആഹാരം കഴിച്ചിട്ടില്ലേ? കലോത്സവങ്ങളിൽ ആഹാരം കഴിച്ചിട്ടില്ലേ? അവിടെ കഴിച്ചിട്ടുണ്ടോ? വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് ഫുഡ് റെഡിയായി അമ്പലത്തിൽ പോകാൻ വേണ്ടി. വൈകുന്നേരം ഇരുത്തോളാൻ പറ്റുന്നത്. നമ്മൾ ഏതായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി വലിയ സദ്യ ആസ്വദിച്ച് കഴിക്കും. ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് അവർ പറയുന്നത് ഇലയിട്ട സദ്യ കേട്ടോ. എല്ലാ ദിവസവും ഇലയിട്ട സദ്യയാണ്.
അപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള നല്ല ഇല വന്നു. ഇത് അടുത്തൊരു സാധനങ്ങൾ ഓരോന്നോരോന്ന് വരികയാണ്. അച്ചാറാണ്. അച്ചാറും അതുപോലെ ഉള്ളിത്തീയലൊക്കെ പോലത്തെ കറികളൊക്കെയാണ് തോന്നുന്നത്. നല്ല തിരക്കാണ് കേട്ടോ. നമ്മൾ ആദ്യം ഇവിടെ കൂപ്പൺ എടുത്തിട്ടാണ് ആദ്യം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് ചെയ്ത് നമുക്ക് കൂപ്പൺ കിട്ടും. കൂപ്പൺ കിട്ടിയതിന് ശേഷമാണ് നമുക്ക് ഫുഡ് കൊണ്ട് തരിക. നല്ല തിരക്കുണ്ട്. കൂട്ടി നോക്കി ഇഞ്ചിക്കറി ആയിരിക്കും. നല്ലതാണോ? ഇഞ്ചിക്കറിയാ കുഞ്ഞു കൂട്ടിയൊക്കെ നല്ലതാണോ നോക്കി? അരിപ്പോയി ആണോ? നല്ലതാണോ? അവിയൽ കൂട്ടുകറി അതിനാ കാണുന്നത്. അവിയലാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കി ഏതാന്ന് പറയാലോ. തരാം. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഏതാ ഫുഡ് കഴിക്കണേൻ്റെ? നാട്ടിലെ സദ്യ. ഇതെന്താ സദ്യ? സാധാരണ നമ്മൾ ഓണത്തിനും വിഷുവിനും പിറന്നാളിനൊക്കെയല്ലേ സദ്യ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഹോട്ടലിൽ കയറി ഇങ്ങനെ ഇല വന്നു കഴിഞ്ഞപ്പോൾ ആയിരിക്കും പുള്ളിക്ക്. പിന്നെ നല്ലതാണ്, കറിയൊക്കെ നല്ലതാണോ? അടിപൊളിയാണോ? നല്ല ആംബിയൻസ് കേട്ടോ, അടിപൊളി ആംബിയൻസ്. നല്ല തടിയിൽ തീർത്ത അടിപൊളി അല്ലേ? സൂപ്പറല്ലേ? ആഹാ പപ്പടം. പപ്പടം മാറ്റി ചോറ് നല്ല വെള്ളരി ചോറാണ്. ഒഴിക്കാൻ ഇവിടെ സാമ്പാർ ഇരിപ്പുണ്ട്. സാമ്പാറുണ്ട്. നൈനെ ഉസ്ക ദോശ मोबाइल छोड़ दे. हाँ देख नीचे रखो, इधर उधर नीचे रखो. ये बोलो എങ്ങനെയുണ്ട്? വേഗം ടേസ്റ്റ് ചെയ്യാം. അതിനുശേഷം വേണം ഫുഡ് കഴിക്കാൻ തുടങ്ങാൻ. ഭയങ്കര വലിയൊരു ആഗ്രഹമാണ്. ഞാൻ ഭയങ്കര ഒരു ഫാനാണ്. എന്താ പറയുക, ഭയങ്കര ആരാധികയാണ്. ഭയങ്കര ഇഷ്ടമാണ്. റെസിപ്പീസ് ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹം സാധിച്ച് മനസ്സ് നിറഞ്ഞ് നമ്മൾ എന്താ പറയുക പഴയടത്തിന് സദ്യയൊക്കെ കഴിച്ച് ഭയങ്കര ആഗ്രഹം. എനിക്ക് തോന്നുന്നു ഏതൊരു മലയാളിക്ക് ഒരു ആഗ്രഹമായിരിക്കും പഴയടത്തിന് ഫുഡ് എന്നുള്ളത്. അപ്പോൾ അത് കഴിക്കാൻ പറ്റി ഭയങ്കര സന്തോഷം. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു, അടിപൊളി. ഇനിയിപ്പോൾ നമുക്ക് റൂം നോക്കണം, ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഒന്ന് കുറിച്ച് ഫ്രഷായിട്ട് വേണം നമുക്ക് എനിക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ടൈമാണ് മക്കളെ കൊണ്ട് ഗുരുവായൂരപ്പനെ കാണാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ ഒന്നുകൊണ്ട് നമുക്കിനിപ്പോൾ നേരെ റൂമിൽ നോക്കാൻ പോകാം. റെഡി ആയിട്ട് വന്ന്
പോകുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ നിങ്ങളും കൂടി ഒന്ന് കാണിക്കാൻ എന്ന് വിചാരിച്ച്. സന്ധ്യയായി, ഇപ്പം 6 മണി ആയിട്ടോ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും. നമ്മൾ വഴിപാടൊക്കെ കഴിച്ചു, പ്രസാദമൊക്കെ വാങ്ങിച്ചു, പാൽപ്പായസമൊക്കെ വാങ്ങിച്ചു. ഫിനിഷേണ്ട കയ്യിലുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നമ്മൾ നേരെ പോവുകയാണ്. ഇനിയിപ്പോൾ തൊടുപുഴയ്ക്ക് പോകണം. ചേച്ചി ചേട്ടനും അവിടെ വരും. ഞങ്ങൾ ക്ലോക്ക് റൂമിൽ ഡ്രസ്സൊക്കെ വെച്ചിട്ടല്ലേ വന്നത്. അപ്പോൾ ഇനിയിപ്പം അവിടുന്ന് ബാഗ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യണം, എന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇനിയിപ്പോൾ റൂമിലേക്ക് പോകാം. എന്തായാലും ഭഗവാനെ നന്നായിട്ട് കണ്ടു തൊഴാൻ പറ്റിയിട്ട് ഭയങ്കര സന്തോഷമായി. അധികം ക്യൂവും കാര്യങ്ങളൊന്നും ഇല്ല, ഞങ്ങൾക്ക് പെട്ടെന്ന് തൊഴാൻ പറ്റി. പിള്ളേർ ഹാപ്പി ആയിട്ട് മുണ്ടൊക്കെ കൊടുത്തുകൊണ്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇറങ്ങാം. ഇനിയിപ്പോൾ ഇവിടുന്ന് തൊഴുതിട്ട് നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ നല്ല അടിപൊളി സാധനങ്ങൾ ഇങ്ങനെ ഇട്ടേക്കണം. അപ്പം കുറേ നാളായി നമ്മൾ ഓർക്കണം നമ്മുടെ വണ്ടിയിൽ ഫ്രണ്ടിൽ തൂക്കാനായിട്ട് ഒരു നെറ്റിപ്പട്ടം പോലൊരു സംഭവം വേണമല്ലോ എന്ന്. അപ്പം മുത്തുക്കോടയും ഗുരുവായൂരപ്പനും ഗണപതിയും നെറ്റിപ്പട്ടം എല്ലാം കൂടെ ആയിട്ട് ഒരു ഐറ്റം ഉണ്ട് ഇവിടെ. അപ്പം അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിന്നപ്പോൾ ഇവിടെ ഒരുപാടുണ്ടോ. നമ്മളങ്ങനെ എടുക്കാനായിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പരിസരം മുഴുവൻ സംഭവമുണ്ട്. എന്തുമാത്രം കടകളാണ്. ഒരുപക്ഷെ ഞാൻ ആദ്യമായിട്ട് വരുന്നതുകൊണ്ടായിരിക്കും കൊണ്ട് എനിക്ക് ഇത്ര അതിശയം. എന്നും വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പലവട്ടം വന്നിട്ടുള്ള ആളുകൾക്ക് ഇത്ര അതിശയം ആയിരിക്കത്തില്ല. ഇവിടെ മേൽപ്പത്തൂർ ഓടിയതിൽ എന്തോ വലിയ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് നേരമില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പതിയെ ഇനിയിപ്പോൾ നമ്മൾ തൃശ്ശൂർക്ക് വിടുകയാണ്. അവരപ്പോഴത്തേക്ക് അവിടെ വരും. കിട്ടിയില്ലേ? അപ്പം ഗുരുവായൂർ തൊഴുതിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് നേരെ തൃശ്ശൂർക്ക്. ഭഗവാനായ എന്നെയും വരാം. എവിടെ വന്നേ? വർഷമായിപ്പോയി ഉച്ചയ്ക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട്. ഞങ്ങൾ ഇത്രയും വർഷം വന്ന് ഞങ്ങൾക്ക് ഇത് ചതിവ് പറ്റിയിട്ടില്ല. വെല്ലിച്ച് ഞങ്ങൾ പറ്റിച്ച് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി അല്ലേ? ബീച്ച് ചേച്ചി എപ്പോൾ വരും എന്നാണ് ഞങ്ങൾക്ക് അറിയാം. നമ്മളിവിടെ മൊത്തം ഉണ്ട്. വെല്ലിച്ചെങ്കിൽ അയ്യോ താങ്ക് യു.